ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. തനിമയിലേക്ക് എന്ന ഈ യൂട്യൂബ് ചാനൽ വഴിയായി നമ്മുടെ പരസ്പരമുള്ള സ്നേഹബന്ധം ശക്തിപ്പെടുത്തുവാനും പുതുക്കുവാനും ദൈവം തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണമേ. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട് നിൻ്റെ സൗന്ദര്യം പരിപൂർണമായതിനാൽ നിൻ്റെ കീർത്തി ജാതികളിൽ പരന്നുവെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. കീർത്തി ഉള്ളവരാകുക, പ്രസിദ്ധരാകുക എന്നത് ആഗ്രഹിക്കാത്ത മനുഷ്യരാരും കാണുകയില്ല. എല്ലാവർക്കും ആഗ്രഹം പ്രസിദ്ധനാകുവാൻ, എല്ലാവരാലും അറിയപ്പെടുവാനാണല്ലോ. ദൈവം തന്നെ അതിനുള്ള ഉപാധികൾ ഒരുക്കി തന്ന് മനുഷ്യരോട് പറയുകയാണ്: ഞാൻ നിന്നെ അലങ്കാരം കൊണ്ട് അണിയിച്ചിരിക്കുക. അതുകൊണ്ട് നിൻ്റെ സൗന്ദര്യം പരിപൂർണമായി. ഇനി യാതൊരു അലങ്കാരമോ യാതൊരു പരിശ്രമമോ നിൻ്റെ കീർത്തിയെ പ്രസിദ്ധമാക്കുവാൻ നീ ചെയ്യേണ്ടതില്ല. ഇത് മതിയാകും. ഞാൻ നിന്നെ ആവശ്യത്തിനുള്ള, നിന്നെ കീർത്തിമാനാക്കുവാനുള്ള എല്ലാ അലങ്കാരങ്ങളും നിന്നെ അണിയിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ജനം വെളിമ്പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരു പൈതലിനെ പോലെ ദൈവം കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് ഈ കാര്യം പറയുന്നത്. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട പൈതലിനെ ദൈവം ഏറ്റെടുത്ത് സ്നേഹത്തോടെ പരിപാലിച്ചു, വളർത്തി, ആരോഗ്യത്തോടെ ശ്രേഷ്ഠയാക്കി, വേണ്ട ആടയാഭരണങ്ങൾ എല്ലാം നൽകി സൗന്ദര്യം പരിപൂർണമാക്കി. ഇനിയൊന്നും ഇസ്രായേൽ മക്കൾക്ക് നൽകുവാനില്ല. ദൈവം മനുഷ്യന് വേണ്ടതൊക്കെയും നൽകിയ ശേഷമാണ് ഈ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ സകലതും ദൈവം മനുഷ്യന് വേണ്ടി മുന്നൊരുക്കി. അവിടെ ദൈവിക നന്മകളും ദൈവിക കൃപകളും അനുഭവിക്കുവാനും ദൈവനാമത്തിൽ വളരുവാനും ഉള്ള അവസരം ദൈവം ഒരുക്കി. എന്നാൽ നിർഭാഗ്യവശാൽ അത് നഷ്ടപ്പെട്ടു. അത് വീണ്ടെടുക്കുവാൻ ദൈവം പിന്നെയും അലങ്കാരം കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട ഇസ്രായേൽ മക്കളെ, വെളിപ്രദേശത്ത് ഉപേക്ഷിക്കപ്പെട്ട പൈതലിനെ ദൈവം കരുതി വീണ്ടെടുത്ത് ശക്തീകരിച്ചതുപോലെ നമ്മെയും ദൈവം ഉപേക്ഷിക്കപ്പെട്ട, ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ടവരായി ഒറ്റപ്പെട്ട് കഴിയുന്ന, ഏകാന്തതയിൽ കഴിയുന്ന, വിഷണ്ണതയിൽ കഴിയുന്ന നമ്മെ ദൈവം ക്ഷണിക്കുന്നു. ദൈവം നൽകുന്ന അലങ്കാരത്താൽ നമ്മുടെ സൗന്ദര്യം പരിപൂർണമാകുന്നു. ആ പരിപൂർണത കൊണ്ട് നമ്മുടെ പ്രസിദ്ധി, നമ്മുടെ കീർത്തി ജാതികളിൽ പരക്കുവാൻ ഇടയാകുന്നു. എന്താണ് ദൈവം നൽകുന്ന ഈ അലങ്കാരം? 103-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നമ്മൾ തെറ്റായ ജീവിതം കൊണ്ട് നാം ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ ദൈവം നമ്മെ വീണ്ടും ഉപേക്ഷിക്കപ്പെട്ട പൈതലിനെ ഏറ്റെടുത്ത് വളർത്തി സൗന്ദര്യ പരിപൂർണതയിലേക്ക് കൊണ്ടുവന്നതുപോലെ നമ്മുടെ ജീവിതത്തെ പരിപൂർണതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദയ നിരന്തരമാകുന്നു. ദൈവത്തിൻ്റെ ദയ നമ്മെ തേടി വരുന്നു. ആ ദയയിൽ ആശ്രയിച്ചുകൊണ്ട്
നമ്മുടെ ജീവിതത്തെ വിനയത്തോടെ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കരുണ നമ്മെ ധന്യരാക്കട്ടെ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നമുക്ക് സമൂഹ ജീവിതത്തിൽ നമുക്ക് കരുണ ലഭിക്കണമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ കരുണ കാണിക്കുന്നവരാകേണ്ടിയിരിക്കുന്നു. ദൈവമേ, നിൻ്റെ കരുണയാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. നിൻ്റെ ദയയാൽ ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളെ ഉപേക്ഷിച്ച് കളയരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുതിയ ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ സമയം നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ, വൃദ്ധജനങ്ങൾ, രോഗികൾ, ഉപേക്ഷിക്കപ്പെട്ടവർ, ഏകാന്തത അനുഭവിക്കുന്നവർ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.